ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ട് ഉള്ളൊരു കറിയാണ്. ഇത് നേപ്പാളിലുള്ള ചക്കോനി എന്ന് പറയുന്ന ഒരു കറിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നുണ്ടാക്കി നോക്കാമെന്ന്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. അതേപോലെ ഭയങ്കര ടേസ്റ്റുമാണ്. കറിയെന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിത് കുക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ തൈര് വേണം, സവാള വേണം, പൊട്ടറ്റോ, പച്ചമുളക് എരിക്കനുസരിച്ച് നമുക്ക് എടുക്കാം. അതേപോലെ പൊട്ടറ്റോ ആണെങ്കിൽ നമ്മൾ ബോയിൽ ചെയ്ത് വേണം എടുക്കാൻ. അപ്പോൾ തൈര് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സവാള, പച്ചമുളക്, ഈ പൊട്ടറ്റോ എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് കഴിയും. നമുക്ക് ഒരു ചോറിന് കറിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ കറി മതി. എളുപ്പം ഉണ്ടാക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കുക്ക് ചെയ്യാനൊന്നും അറിയാൻ വയ്യാത്തവർക്ക് എളുപ്പ പണിയാണിത്. വേവിച്ച പൊട്ടറ്റോ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് വേണം നമുക്ക് തൈരിനകത്തോട്ടിട്ട് കൊടുക്കാൻ. നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് ആളുകൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ തൈരും പൊട്ടറ്റോയും കൂടുതലെടുക്കാം. ഇതിപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് 3 പേർക്ക് സുഖമായിട്ട് കഴിക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ തന്നെ ഡയറക്റ്റ് മുളക് പൊടി ഇടുന്നവരുണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ എണ്ണയ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് മുളക് പൊടി ഇടുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്തിട്ട് കടുകും ചെറിയ ജീരകവും നന്നായി മൂത്തതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ഇടാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിന് ശേഷം നമുക്ക് കസൂരി മേത്തിയും കൂടെ അതിനകത്തിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് തൈരിലോട്ട് ഒഴിച്ചു കൊടുക്കണം. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. അങ്ങനെ നേപ്പാളുകാരുടെ ചക്കോനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. എന്ത് ടേസ്റ്റായിരുന്നറിയാം. എല്ലാവരും ട്രൈ ചെയ്യണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലാസ്റ്റ് ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലാണെങ്കിൽ കസൂരി മേത്തി ഇല്ലെങ്കിൽ മല്ലിയില ഇട്ടാലും മതി. പക്ഷേ കസൂരി മേത്തി ഇടുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റാണേ. എന്നിട്ട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് നമുക്ക് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.